നമസ്തേ എവരി വൺ. സക്സസ് കോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. വിജയിക്കാനായിട്ട് കോച്ച് ചെയ്ത് നമ്മളെ ഉയർത്തുക. ഈ കൗൺസിലിങ്ങും കോച്ചിങ്ങുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗൺസിലിംഗ് നമുക്കുള്ള ഒരു പ്രശ്നത്തിന് പ്രതിവിധിയാണ്, ഒരു തെറാപ്യൂട്ടിക്കായിട്ട് നമുക്കുള്ളൊരു പ്രതിവിധിയായിട്ടാണ് തരുന്നത്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കോച്ചിങ് നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട്, കുറച്ച് ടഫായിട്ടുള്ള തന്നെ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെങ്ങനെയും കോച്ച് ചെയ്ത് ഓരോ ദിവസവും ആഴ്ചയിലൊന്നും രണ്ടുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളെ കോച്ച് ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇത് തന്നെ വളരെ ഡെപ്തിലുള്ളതാണ്, അൾട്ടിമേറ്റ് സക്സസ് സീക്രറ്റ്സ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇൻസൈഡർ ടിപ്സ് ഫോർ അൺപാരലൽ അച്ചീവ്മെൻറ്റ്. ഇതൊരു എനിക്ക് തന്നെ ഇത് വീണ്ടും പഠിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് യൂണിവേഴ്സൽ ലോസ് ഓഫ് സക്സസ്, വിജയത്തിന് എവിടെയും ഉപയോഗിക്കാവുന്ന. പിന്നെ ടൈംലെസ് പ്രിൻസിപ്പിൾസ് ഫോർ ഗ്യാരൻറ്റീഡ് സക്സസ് ആർ ട്രയംഫ്. വലിയ വിജയം ഗ്യാരൻറ്റി ആക്കി തരാനായിട്ട് എന്തെല്ലാം പ്രിൻസിപ്പിൾസാണ്. വിജയം സുനിശ്ചയം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ടോപ്പിക്കാണ് ഇതിനകത്ത് ഡെയർ ടു ഡ്രീം ബിഗ്, വളരെ വലുതായിട്ട് ചിന്തിക്കുക. എംബറൈസ് ബൗണ്ട്ലെസ് ആസ്പിറേഷൻസ് ഫോർ പ്രൊഫൗണ്ട് സക്സസ്, വലിയ വിജയമുണ്ടാക്കാനായിട്ട്. പിന്നെ മറ്റൊരു ചാപ്റ്റർ ഇതിനകത്ത് സ്മാർട്ട് ഗോൾ സെറ്റിംഗ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇത് പഠിക്കുക വഴി നമുക്ക് വളരെ നന്നായിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ, സ്ട്രാറ്റജിക് സ്റ്റെപ്സ് ടുവേഴ്സ് അച്ചീവിങ് ഡ്രീംസ് ആൻഡ് എഫിഷ്യൻസി. നമുക്കിവിടെ എങ്ങനെയാണോ ഒരാൾ അയാളുടെ ഡ്രീമിലെത്തുന്നത്, മുതിർന്നയാളോ പ്രായമായ ആളോ കുട്ടിയോ സ്റ്റുഡൻറ്റോ ആരും ആയിക്കോട്ടെ. അപ്പോൾ ഈ സക്സസ് കോച്ച് ഈ പ്രോഗ്രാം തരുന്നത് തന്നെ ഇത് ക്ലയൻറ്റിനല്ല. ഇറ്റ്സ് നോട്ട് ഫോർ ദ ക്ലയൻറ്റ്, ഇറ്റ് ഈസ് ഫോർ ദ കോച്ച്. കോച്ചിന് ഇതെടുത്ത് പഠിച്ച് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ക്ലയൻറ്റിനെ ഇതനുസരിച്ച് പഠിപ്പിച്ച് അവരെ ആ രീതിയിൽ കൊണ്ട് എത്തിക്കാനായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇതിൽ കിട്ടുക. അപ്പോൾ ഇത് പഠിച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇവാലുവേഷൻ ഉണ്ട്. ആ ഇവാലുവേഷൻ കൂടെ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. അപ്പം സക്സസ് കോച്ച് എന്നുള്ളൊരു, അപ്പോൾ ലോകത്തിലെവിടെയും നിങ്ങൾക്ക് ഇതിൽ പഠിച്ചിട്ട്, ഇത് യൂണിവേഴ്സലാണ്. നമ്മൾ US പോയാലോ ആഫ്രിക്കയിൽ പോയാലോ UK പോയാലോ എവിടെ പോയാലും സക്സസ് കോച്ചിങ്ങിന് ഇത് തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ ഈ ഗോൾ സെറ്റിങ് പോലെ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതെങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ? ഹാർനസിങ് ദ പവർ ഓഫ് പോസിറ്റീവ് എനർജി ഏത് വിധത്തിലും ഉപയോഗിക്കാം. മറ്റൊരു ടോപ്പിക്കാണ് ഇതിനകത്ത് ലീഡർഷിപ്പ് ആൻഡ് ഗൈഡിങ് ടീംസ് ടുവേഴ്സ് കളക്റ്റീവ് വിക്ടറി. ഒരു ടീം എങ്ങനെയാണ് വിക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ, അപ്പോൾ ലീഡർ എടുക്കേണ്ട മെത്തേഡുകളൊക്കെയാണ് ഇതിനകത്ത്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ്റ്ററിങ് ഇമ്പാക്റ്റ്ഫുൾ ഇൻ്റർപേഴ്സണൽ എക്സ്ചേഞ്ചസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഇത് ആക്ച്വലി നമുക്ക് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ വളരെ, ഓഫീസിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ മെൻറ്റർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, അതിനകത്ത് നമ്മൾ എടുക്കേണ്ട പ്രധാന പോയിൻ്റ് എന്താണ്? ക്യാപ്ചറിങ് ഓഡിയൻസസ് വിത്ത് എലക്കൻസ് ആൻഡ് കോൺഫിഡൻസ്. എങ്ങനെയാണ് നമുക്ക് നല്ല എലക്കൻസും കോൺഫിഡൻസോടും കൂടി. ഇനി ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, അവിടെ നമുക്ക് പെർസ്യൂസീവ് ടെക്നിക്സ് ഫോർ ആൻഡ് ഫോസ്റ്ററിങ് കോഓപ്പറേഷൻ, ആരുടെ സഹായം ഇല്ലാതെ. അപ്പോൾ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് എന്ന് വേണേൽ പറയാം. ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ പറയുന്നതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രേരിപ്പിച്ച് മാറ്റം വരുത്തി കൊണ്ടുവരാനായിട്ട് പറ്റുക. ഇത് നമുക്ക് സെയിൽസിന് ആവശ്യമാണ്, ബിസിനസ്സിന് ആവശ്യമാണ്, പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ ആവശ്യമാണ്, കുടുംബബന്ധം രക്ഷപ്പെടാൻ ആവശ്യമാണ്. എവിടെയും വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഈ പെർസ്വേഷൻ. അടുത്തത് മോട്ടിവേഷൻ, ഫ്യൂവലിംഗ് ഡ്രൈവ് ആൻഡ് അംബീഷൻ ഫോർ സസ്റ്റെയിൻഡ് സക്സസ്. വളരെ ആംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ എന്നും നിലനിൽക്കുന്ന വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ, ഇഗ്നൈറ്റിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് പാഷൻ ഫോർ ഗോൾ അറ്റൈൻമെൻറ്റ്. ഉള്ളിൽ നിന്ന് നമ്മൾ അവരുടെ ഇൻസ്പിറേഷനെ കുടഞ്ഞെടുക്കണം. അപ്പോൾ അവരുടെ പാഷനെ പുറത്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് അവർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്നത്. ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീം ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്.
ആൻഡ് ബാലൻസിങ് സിനർജി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അവിടെ അവർ തമ്മിലുള്ള ഒരു സിനർജി വരും, പ്രൊഡക്ടിവിറ്റി വരും. അപ്പോൾ സിനർജി എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ആമയും മൊയിലും കൂടെ ഒന്നിച്ച് ഓടാൻ പോയ കഥയുണ്ട്. ആദ്യത്തെ ഓട്ടത്തിന് മൊയിൽ പോയി തളർന്നിരുന്നു, ആമ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. രണ്ടാമത്തേതിനകത്ത് റിലേ ആയിരുന്നു, കാട്ടിലെ മൃഗങ്ങൾ 2 കൂടിക്കൊണ്ടായിരുന്നു ഓടാനായിട്ട് പോയത്. അതിനകത്ത് മൊയിൽ ആമയും കൂടെ കൂട്ടായി. ആമ മൊയലിൻ്റെ പുറത്ത് കയറി പിടിച്ചിരുന്നു. മൊയലൊറ്റ ഓട്ടം. ആ റൂട്ടിൽ ചെളിയും ചതുപ്പ് നിലം ഉള്ളിടത്ത് ആമ ചാടി വെള്ളത്തിൽ ചാടി, അതിൻ്റെ പുറത്ത് മൊയിൽ കയറിയിരുന്നു. അങ്ങനെ ആമ നീന്തി അക്കരെ കടന്നു. വീണ്ടും ഇവർ തിരിച്ച് മൊയിലിൻ്റെ പുറത്ത് കയറിയത്. ഇവരാണ് ആദ്യം ടീം വിന്നേഴ്സ് ആയത്. അപ്പോൾ നമ്മളുടെ ഒരു കഴിവുകേടും വേറൊരാളുടെ എക്സസ് കഴിവും ഒന്നിച്ച് ഉപയോഗിച്ച് സിനർജിയിൽ വർക്ക് ചെയ്യുക, അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്. അതുപോലെ തന്നെ ഹൗ ടു സോൾവ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രോബ്ലംസ്. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രാറ്റജിക് സൊല്യൂഷൻസ് ഫോർ ചാലഞ്ചസ്, എങ്ങനെയൊക്കെ നമുക്ക് ചാലഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാലും സ്ട്രാറ്റജിക്കായിട്ട് അതെങ്ങനെയാണ് നമുക്ക് അതിനെ നേരിടാനായിട്ട് പറ്റുക. ഈ കോഴ്സ് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ്, ഒന്ന്, നിങ്ങളിലെ വിജയത്തിൻ്റെ സാധ്യത, ഒരു കോച്ചിൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ സാധ്യത ഒരുപാട് മാറിക്കിട്ടും, ഒരുപാട് ഉയർന്നു കിട്ടും. ഓക്കെ. രണ്ടാമതായിട്ട് കിട്ടുന്ന നേട്ടം, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ ശരി, വീക്കെൻഡിൽ ഇപ്പം നമുക്കൊരു ട്രെയിനർ ഒരു ട്രെയിനിങ് എടുക്കുന്നത് പോയി ഇരുന്നിട്ട് നമുക്കതുപോലെ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പേർ അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ചിലതൊന്നും വിജയിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് റിസർച്ച് വരാത്തതുകൊണ്ടാണ്. നമുക്കിവിടെ ഇൻഡെപ്ത് റിസർച്ച് വന്നേക്കുന്നതുകൊണ്ട്, ആ മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് പോയി നിങ്ങളെ ഒരു കോച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള കോച്ചുണ്ട്. ഇവിടെ ദിസ് ഈസ് സക്സസ് കോച്ച്, ലൈഫ് കോച്ച് വേറെയുണ്ട്. ഓക്കെ. ആൻഡ് ബിസിനസ് കോച്ചും വേറെയുണ്ട്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സക്സസ് കോച്ചിന് വേണ്ടിയാണ്. ആൻഡ് ബൂസ്റ്റ് കോൺഫിഡൻസ് ഫോർ ഗ്രേറ്റർ സെൽഫ് അഷ്വറൻസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും ഗ്രേറ്റർ അഷ്വറൻസും ഉണ്ടാവും. എൻഹാൻസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾക്കും ഉണ്ടാകും, നിങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകും. ഫോസ്റ്റർ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഫോർ റെസീലിയൻസ്. നിങ്ങൾക്ക് ഇനി ഇമോഷണലി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആരെയും പൊക്കാം, നിങ്ങൾക്കും പൊങ്ങാം. ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ത്രൂ എഫിഷ്യൻറ്റ് ഗോൾ സെറ്റിംഗ്. ഇപ്പോൾ പലതും മാറ്റിയിട്ട് ഗോൾ, ആക്ച്വലി 3% ആൾക്കാർക്ക് മാത്രമേ ഈ ലോകത്തിൽ ഗോളുള്ളൂ. അതിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആൾക്കാർ 1% ഉള്ളൂ. അപ്പോൾ 1% ആൾക്കാരെ ലോകത്തിൽ വിജയിക്കാറുള്ളൂ. അപ്പോൾ ബാക്കി 99% ആൾക്കാരും ജീവിതത്തിൽ വലിയ വിജയങ്ങളൊന്നുമില്ല. ഇപ്പോൾ 95% ആൾക്കാർ, 5% ആൾക്കാർ ഇൻ ബിറ്റ്വീനൊക്കെ വരും. 95% ആൾക്കാർ ജീവിതത്തിൽ ഒരു വിജയവുമില്ലാതെ എൻ്റെയർ വേൾഡിൽ 60% പ്രശ്നം, അവരിതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. സോ ഇതിനകത്ത് നിങ്ങളിത് ചെയ്യുക വഴി ഇൻസ്പയർസ് ക്രിയേറ്റിവിറ്റി ഫോർ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, കൾട്ടിവേറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഫോർ ഇഫക്റ്റീവ് ഗൈഡൻസ്. നന്നായിട്ട് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള കഴിവ് വരും. സ്ട്രെങ്തൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഫോർ ഹാർമണി. ആരുമായിട്ട് നമുക്ക് നല്ല ഇതിൽ കണക്ട് ചെയ്ത് പോകാനായിട്ട്. ബിൽഡ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ക്ലിയർ ആൻഡ് ക്ലിയറർ എക്സ്പ്രഷൻസ്. നല്ല എക്സ്പ്രഷൻസ് വളരെ ക്ലിയറായിട്ട് നീറ്റായിട്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മോട്ടിവേറ്റ്സ് ആക്ഷൻ ടുവേഴ്സ് ഡിസൈഡ് ഔട്ട്കം. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാത്രം നമുക്ക് പോകാൻ കഴിയണം. ആൻഡ് പ്രൊവൈഡ് സ്ട്രാറ്റജീസ് ഫോർ ഓവർകമ്മിങ് ഓബ്സ്റ്റക്കിൾസ്. എത്രയൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സത്തെ ഓവർകം ചെയ്യാനായിട്ട്. ആൻഡ് എൻകറേജ് ടീം വർക്ക് ഫോർ ഷെയർഡ് സക്സസ്. ഈ ഒറ്റയ്ക്കുള്ള വിജയം അതിനെ കഴിഞ്ഞും വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നത് ടീം വർക്കാണ്. ടീമിന് ഇൻസ്റ്റിൽ എ സെൻസ് ഓഫ് പർപ്പസ് ഫോർ ഡിറക്ഷൻ. എപ്പോഴും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക, പർപ്പസിന് വേണ്ടി പോവുക. ഡെവലപ്പ് എ റെസീലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ചാലഞ്ചസ്. ഏത് ചാലഞ്ച് വന്നാലും നമുക്കവിടെ എല്ലാം റെസീലിയൻസ് വരിക, പെട്ടെന്ന് വിഷമത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റും. പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്ത് ഫോർ ഫുൾഫിൽമെൻറ്റ്. ഒരു ആത്മസാക്ഷാത്കാരം നമുക്ക് ഇത് പഠിക്കുക വഴിയും പഠിപ്പിച്ചു കൊടുക്കുക വഴിയും. ഇനി ആംപ്ലിഫൈസ് ഇൻഫ്ലുവൻസ് ഫോർ ഗ്രേറ്റർ ഇമ്പാക്റ്റ്. നമുക്ക് വളരെ വലിയതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്പാർക്ക് എന്തൂസിയാസം ഫോർ സസ്റ്റെയിൻഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷനാണ്, ഇത് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല എന്തൂസിയാസം ഉണ്ടാക്കാൻ പറ്റും. എക്സ്പാൻഡ് അവയർനെസ് ഫോർ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. ഇതിനൊക്കെ അന്തർലീനമായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളത് നമ്മുടെ വിരൽത്തുമ്പിലാവും. ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്
ആൻഡ് എൻഗേജ്മെൻറ്റ്സ് വളരെ നല്ലതല്ലേ. അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് മാത്രം കൊണ്ട് ഇത് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ഇതിൻ്റെ നോട്ട്സും വെച്ചുകൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻഹാൻസ് നെഗോസിയേഷൻ സ്കിൽസ് ഫോർ വിൻ വിൻ ഔട്ട്കംസ്, രണ്ടുപേരും വിജയിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ. ഇനി കൾട്ടിവേറ്റ് എമ്പതി ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയാണ് നമുക്ക് എമ്പതി ഉണ്ടായിരിക്കുക. ഗൈഡ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് ഫോർ പ്രാക്ടീസസ്. ഇൻസ്പയർസ് അതേഴ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ് ആൻഡ് പ്രൊവൈഡ് ടൂൾ ഫോർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എൻകറേജ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ബിൽഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ ബെറ്റർ റിലേഷൻഷിപ്സ്. നമുക്കെപ്പോഴും ഇമോഷണൽ ഇൻ്റലിജൻസ് ആർജിക്കാനായിട്ട് ഇതിന് പറ്റുന്നുണ്ട്. എൻഹാൻസ് നെറ്റ്വർക്കിംഗ് എബിലിറ്റി ഫോർ ഓപ്പർച്യൂണിറ്റീസ്. പലപ്പോഴും നമുക്ക് അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുമായിട്ട് കയറി ഇടപെടാനുള്ളൊരു സമയം കിട്ടണം. ഇംപ്രൂവ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇതിനകത്ത് നിറച്ചുണ്ട്. അതുപോലെ സപ്പോർട്ട്സ് മെൻ്റൽ വെൽബീയിങ് ഫോർ റെസീലിയൻസ്. മറ്റൊന്നാണ് ഡെവലപ്പ് അഡാപ്റ്റബിലിറ്റി ബൈ ഇൻ ഡൈനാമിക് എൻവയറമെൻറ്റ് ആൻഡ് എൻകറേജ് സ്ട്രാറ്റജിക് പ്ലാനിങ് ഫോർ സക്സസ്. വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ആൻഡ് കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്സ്. എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഫോർ ക്ലാരിറ്റി. മറ്റൊരു പ്രയോജനം പ്രൊവൈഡ് സ്ട്രാറ്റജീസ് ഫോർ ഇഫക്റ്റീവ് ഡെലിഗേഷൻ. മറ്റൊന്ന് ഫോസ്റ്റർ എ സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ റിസൾട്ട്സ് ആൻഡ് എൻകറേജ് എംബറൈസിങ് ഡൈവേഴ്സിറ്റി ഫോർ ഇന്നോവേഷൻ. ബിൽഡ് റാപ്പോ ഫോർ സ്ട്രോങ്ങർ കണക്ഷൻസ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ ഓവർകമ്മിങ് ഫിയേഴ്സ് ആൻഡ് എൻഹാൻസ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ് ഫോർ ഹാർമണി ആൻഡ് ഇൻസ്പയർസ് ആക്ഷൻ ത്രൂ കമ്പലിംഗ് സ്റ്റോറി ടെല്ലിംഗ്. ഇതിനകത്ത് ഒരുപാട് സ്റ്റോറി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റോറികൾ കണ്ടെത്താം. കൾട്ടിവേറ്റ് ഹ്യൂമിലിറ്റി ഫോർ ഇഫക്റ്റീവ് ലീഡർഷിപ്പ്. ഇംപ്രൂവ് ലിസണിങ് സ്കിൽസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിസണിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. എൻകറേജ് റിഫ്ലക്ഷൻ ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അന്നൊന്ന് നമ്മളൊരു റിഫ്ലക്ഷൻ നടത്തി നമ്മളൊരു മാറ്റം വരുത്തി ഇംപ്രൂവ് ചെയ്ത് ആ ലൂപ്പിലൂടെ പോവുക. പ്രൊവൈഡ് ടൂൾ ഫോർ ഇഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ്. എൻഹാൻസ് അഡാപ്റ്റബിലിറ്റി ഇൻ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. അതുപോലെ മറ്റൊന്നാണ് സ്പാർക്സ് ക്രിയേറ്റിവിറ്റി ഫോർ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ആൻഡ് ബിൽഡ് റെസീലിയൻസ് ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആൻഡ് ഇംപ്രൂവ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമോഷൻസും കൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഉൾപ്പെടുവാണെങ്കിൽ എന്തുമാത്രം പവർഫുള്ളാകും. സ്വർണ്ണത്തിന് മണം എന്ന് പറഞ്ഞതുപോലെ ആകും. കൾട്ടിവേറ്റ് എമ്പതി ഫോർ സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ആൻഡ് എൻകറേജ് സെൽഫ് റിഫ്ലക്ഷൻ ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ അച്ചീവിങ് ലൈഫ് ഗോൾസ്. നോക്കുമ്പോൾ ഇത് വളരെ വിപുലമായൊരു പ്രോഗ്രാം, 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുൾ ഡേ പ്രോഗ്രാമായിട്ടായിരുന്നു ഞാൻ നേരത്തെ ഈ സക്സസ് കോച്ച് ക്ലാസ് നടത്തിയിരുന്നത്. അതിൽ പഠിച്ച ഒരുപാട് പേര് ഇന്നും കോച്ചുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം ഇതൊരു സ്റ്റെപ്പിലോട്ടുള്ള തുടക്കമായിരിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കോച്ചിങ് മെത്തഡോളജിക്കകത്തോടെ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ കോച്ചിങ് എപ്പോഴും ഓർക്കുക, നമുക്കൊരു ജീവിതത്തിലൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻറ്റിനെ ആ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് വ്യക്തിപരമായിട്ട് കൊടുക്കുന്നതാണ്, 1 to 1 കൊടുക്കുന്നതാണ്. സാധാരണ ഒരു കോച്ചിങ്ങിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ. കാരണം 6 മാസം 1 വർഷം നമ്മൾ ഒരാളെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം അതിന്. അപ്പം കോച്ചിങ് മെത്തഡോളജീസിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ശേഷം ഞാനെപ്പോഴും ഈ എല്ലാ സൺഡേയും വൈകിട്ട് 7 മുതൽ 8 വരെ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയത് ഈ സെയിം സബ്ജക്റ്റിൻ്റെ റിവിഷൻസ് വരും. ആ റിവിഷൻസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ പഠിക്കാനായിട്ട് പറ്റും. ഓൾ ദി ബെസ്റ്റ്.